രാധ ടീച്ചറുടെ നിരിപ്പോടെന്ന കഥയിലെ 5-ാം ഭാഗം. ഞങ്ങൾ ഗ്രാമത്തിലുള്ളവർ പുഴയിലാണ് അലക്കും കുളിയും നടത്തുക. എത്ര ദൂരെ താമസിക്കുന്നവരായാലും കുളി എപ്പോഴും പുഴയിൽ തന്നെ. വീടുകളിൽ കുളിമുറികൾ ഉണ്ടായിരിക്കുകയില്ല. സ്ത്രീകളുടെ പ്രസവ സമയത്ത് മാത്രമേ താൽക്കാലിക കുളിമുറികൾ കെട്ടാറുള്ളൂ. അത് 20 ദിവസം മാത്രം. പിന്നെ അവരും പുഴയിലേക്കാണ് കുളിക്കാനെത്തുക. ഞാനും ഓടി പുഴയിലെത്തി. തുണികളെല്ലാം പെട്ടെന്ന് കഴുകിയെടുത്തു. വെള്ളത്തിലിറങ്ങി കുളിച്ചു കയറി. നീന്താനൊന്നും ഒരുങ്ങിയില്ല. ഈറൻ മാറി കരയ്ക്ക് കയറി. തിടുക്കപ്പെട്ട് വീട്ടിലെത്തി. അത്താഴത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. എല്ലാവരും കൂടിയിരുന്ന് ആഹാരം കഴിച്ചു. നല്ല രുചി തോന്നി. ഇത്രയും ദിവസം ആഹാരത്തിനോട് വിരക്തിയായിരുന്നു. എപ്പോഴും വയറ് നിറഞ്ഞിരിക്കുന്നു എന്ന് തോന്നലായിരുന്നു. അമ്മയ്ക്കും അനിയന്മാർക്കും കിടക്കാൻ വിരിച്ചു കൊടുത്തു. ഞാനും നേരത്തെ പായ വിരിച്ചു കിടന്നു. മനസ്സിലെ ആഹ്ലാദം അടക്കാൻ കഴിയുന്നില്ല. ആ കത്തെടുത്ത് പലവട്ടം വായിച്ചു. വാരിക്കോരി സ്നേഹം കുടഞ്ഞിട്ടിരിക്കുകയാണ്. എത്ര വേണമെങ്കിലും എടുത്തോ എന്ന മട്ടിൽ ഞാൻ ആവോളം വാരിക്കോരിയെടുത്തു. കഴിഞ്ഞുപോയ നാളുകളിൽ മധുരസ്മരണകളിൽ ലയിച്ച് ഞാൻ കിടന്നു. ഉറക്കം കൺപോളകളെ താലോലിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഇത്ര ദിവസം നിദ്രാദേവി പിണങ്ങി നിൽക്കുകയായിരുന്നല്ലോ. പിറ്റേ ദിവസം നേരത്തെ തന്നെ എഴുന്നേറ്റ് വീട്ടുജോലികളെല്ലാം ചെയ്തു തീർത്തു. എന്തൊരു ഉത്സാഹം! എല്ലാവരോടും അടക്കാനാകാത്ത സ്നേഹം തോന്നി. ഈ പ്രപഞ്ചത്തെ തന്നെ ആലിംഗനം ചെയ്യാൻ തോന്നുന്നു. എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും കുടുംബവിശേഷങ്ങളെക്കുറിച്ചും തേനൂറുന്ന വാക്കുകളിൽ അന്വേഷിച്ചുകൊണ്ടും പിന്നെയും തുടരെ കത്തുകൾ വന്നുകൊണ്ടിരുന്നു. അവനെ ഒന്ന് കാണാനുള്ള എൻ്റെ ആഗ്രഹം വർദ്ധിച്ചു. എൻ്റെ എല്ലാ സങ്കടങ്ങളും ആഗ്രഹങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ മറുപടി കത്തെഴുതി. എനിക്കിനി പിരിഞ്ഞിരിക്കാൻ വയ്യെന്നും ഉടനെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്നും അഭ്യർത്ഥിച്ച് ഞാൻ കത്തുകൾ എഴുതി. ഞാൻ ഉടനെ എത്തുമെന്നും നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടുവരാൻ തിടുക്കമായെന്നും പറഞ്ഞുകൊണ്ടുള്ള മറുപടി കത്തുകളും വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ അമിത ആഹ്ലാദം അധികകാലം നീണ്ടു നിന്നില്ല. എൻ്റെ ശരീരത്തിനായി മാറ്റം സംഭവിക്കുന്നതായി ഞാൻ അറിഞ്ഞു. ആഹാരത്തിനോട് വിരക്തി. ചോറ് വെക്കണമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ തുടങ്ങും. ശരീരത്തിന് വല്ലാത്ത ക്ഷീണം. എപ്പോഴും കിടക്കണമെന്ന് തോന്നൽ. ഇടയ്ക്കിടെ തലചുറ്റലും അനുഭവപ്പെടാറുണ്ട്. എൻ്റെ ഛർദിലും ക്ഷീണവും കിടപ്പും അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അമ്മ അടുത്തു വന്ന് ചോദിക്കുകയും ചെയ്തു, മോളെ ശാരി, നിനക്ക് എന്താണ് ഇത്ര ക്ഷീണം? ഇടയ്ക്കിടെ ഛർദ്ദിക്കുന്നതും കണ്ടല്ലോ. എൻ്റെ മുഖമാകെ വിളറിപ്പോയി. ഈശ്വര, അമ്മയ്ക്ക് മനസ്സിലായോ എന്തോ. എങ്കിലും എൻ്റെ അവസ്ഥയെക്കുറിച്ച് വിവരിക്കാൻ മിനക്കെട്ടില്ല. എനിക്കറിയില്ലമ്മേ, വയറ്റിനകത്ത് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു. ദഹനക്കേടോ മറ്റോ ആയിരിക്കും. എങ്കിലും അല്പം ഇഞ്ചി എടുത്ത് കുത്തിപ്പിഴിഞ്ഞ് നീരെടുത്ത് പഞ്ചസാര ചേർത്ത് കഴിക്കൂ. ദഹനക്കേടാണെങ്കിൽ സുഖപ്പെടും. അമ്മ ഇത് പറഞ്ഞെങ്കിലും എന്നെ കാര്യമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിന്റെ വിളർച്ചയും ക്ഷീണവും നല്ല ലക്ഷണമായി എനിക്ക് തോന്നുന്നില്ല. നിനക്ക് എന്താണ് സംഭവിച്ചത്? എന്നോട് തുറന്നു പറയൂ. അമ്മയെ കബളിപ്പിക്കാൻ എനിക്ക് കഴിയുമോ? 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മയല്ലേ. ഞാൻ അമ്മയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. എന്നോട് ക്ഷമിക്കമ്മേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അമ്മയുടെ കാൽക്കൽ വീണ് കിടക്കുന്ന ഞാൻ പിന്നെ ഒരു പൊട്ടിക്കരച്ചിലാണ് കേട്ടത്. ചതിച്ചോ ഭഗവാനെ, നീ കുടുംബത്തിൻ്റെ മാനം കളഞ്ഞല്ലോടി. എൻ്റെ ആൺമക്കളുടെ മുഖത്ത് എങ്ങനെ ഞാൻ നോക്കും? ഇതിലും ഭേദം നിനക്ക് ഞങ്ങളെ കൊന്നു കളയാമായിരുന്നില്ലേ? ഞാൻ തേങ്ങിക്കരഞ്ഞുകൊണ്ട് അമ്മയെ ആശ്വസിപ്പിച്ചു. കൃഷ്ണകുമാർ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല അമ്മേ. അവൻ്റെ സ്വഭാവ മഹിമയെക്കുറിച്ച് അമ്മയ്ക്ക് അറിവുള്ളതാണല്ലോ. ഞാൻ എല്ലാ വിവരവും അവനെ എഴുതി അറിയിച്ചിട്ടുണ്ട്. ഉടനെ വന്ന് വിവാഹം നടത്താമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത്. രവിയും മോഹനും ഇതൊന്നും അറിയരുത്. അമ്മ കണ്ണീർ തുടച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. ഞാൻ അയച്ച കത്തിന് 4-ാം ദിവസം മറുപടി വന്നു. നീ ഒന്നുകൊണ്ടും വിഷമിക്കരുതെന്നും ഞാൻ ഉടനെ വരാമെന്നും അമ്മയോട് വിഷമിക്കരുതെന്ന് പറയണമെന്നും നിനക്ക് മാനക്കേടുണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു ആ കത്ത്. ആ കത്ത് വായിച്ച് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആശ്വാസമാണ് ഉണ്ടായത്. അമ്മയുടെ മുഖത്തും ആശ്വാസത്തിൻ്റെ ഒരു പ്രകാശം പരക്കുന്നതായി എനിക്ക് തോന്നി. പക്ഷേ ഞാനൊരു പമ്പര വിഡ്ഢിയായിരുന്നു. മനുഷ്യ മനസ്സുകളെ മനസ്സിലാക്കാൻ കഴിയാത്ത പമ്പര വിഡ്ഢി. പഞ്ചാര വാക്കുകളിൽ മയങ്ങിപ്പോയ പമ്പര വിഡ്ഢി. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് പോലെ അയാളും ആത്മാർത്ഥമായിട്ടാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എൻ്റെ ധാരണകളെ തിരുത്തുന്നതായിരുന്നു പിന്നീടുണ്ടായ സംഭവങ്ങൾ. അയാളുടെ കത്തുകളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു. പിന്നെ തീരെ വരാതായി. ഞാൻ പലവട്ടം കത്തുകൾ അയച്ചു. അതൊന്നും കൈപ്പറ്റാൻ ആളില്ലാതെ തിരിച്ചു വന്നു. എൻ്റെ മനസ്സ് അലയടിക്കുന്നൊരു സാഗരമായി മാറി. ഇനി എന്തു ചെയ്യുമെന്ന അവസ്ഥ. സദാ നേരം ചിന്തയിൽ മുഴുകി ഇരിപ്പായി. മനസാന്നിധ്യം നഷ്ടപ്പെടാതെ എങ്ങനെ പിടിച്ചു നിൽക്കും? അയാൾക്ക് ഞാനൊരു നേരമ്പോക്ക് മാത്രമായിരുന്നോ? ആത്മാർത്ഥ സ്നേഹത്തിന് യാതൊരു വിലയുമില്ലേ? പ്രാണനെപ്പോലെ സ്നേഹിച്ച എന്നെ എങ്ങനെ അവഗണിക്കാൻ തോന്നി? ഇതിലും വലിയൊരു വേദന എനിക്കിനി വരാനുണ്ടോ? എൻ്റെ അസ്വസ്ഥത കണ്ട അമ്മ പറഞ്ഞു, നമുക്ക് ഡോക്ടറുടെ അടുത്തൊന്ന് പോയാലോ മോളെ? അവൻ ഉടനെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. നമ്മളിനി എന്തു ചെയ്യുമടി മോളെ? അതിനൊരു ഉത്തരം പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ശരീരഭാഗങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കുന്നു. കഴിയുന്നതും അന്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ ഒഴിഞ്ഞു മാറി നടന്നു. എത്ര നാൾ ഒഴിഞ്ഞു മാറി നടക്കും? അമ്മ സദാ നേരം കിടപ്പാണ്. സഹിക്കാൻ കഴിയാത്ത ദുഃഖമാണ് അമ്മയ്ക്ക് ഞാൻ കൊടുത്തത്.
മറുത്തൊന്നും പറയാതെ ആ പാവം എപ്പോഴും കിടപ്പാണ്. ആഹാരവും മരുന്നും ഒന്നും കൃത്യമായി കഴിക്കുന്നില്ല. അമ്മയുടെ ദുഃഖം താങ്ങാൻ എനിക്ക് വയ്യ. ആത്മാഭിമാനം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയാണ് അമ്മയുടെ മുഖത്ത് ദർശിക്കുന്നത്. എന്നെ കാണുമ്പോൾ അമ്മ പുഞ്ചിരിയുടെ മുഖംമൂടി അണിയുകയാണ്. ഞാൻ വിചാരിച്ച ദിക്കിലേക്ക് എൻ്റെ തോണി അടുക്കുന്നില്ല. അതിൻ്റെ ദിശ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ആത്മാർത്ഥമായി സ്നേഹിച്ചതിന് ലഭിച്ച ശിക്ഷ. ഞാൻ പഠിച്ച സ്നേഹത്തിൻ്റെ ഭാഷ തെറ്റായിരുന്നു. പിന്നെ ഏതാണ് ശരി? കാപട്ടി വെന്തെന്ന് അറിയാൻ കഴിയാതെ പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഒരു ദിവസം കോളേജിൽ നിന്ന് വന്ന രവി എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം എന്നെ നോക്കി നിന്നു. പിന്നെ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി. പിറ്റേ ദിവസം അവരുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് എത്തി നോക്കിയതാണ്. രണ്ടുപേരും ആ മുറിയിലില്ല. മേശയിലൊരു കുറിപ്പ് കണ്ടു: ഞങ്ങൾ പോകുന്നു, ആരും അന്വേഷിക്കേണ്ടതില്ല. വിവരമറിഞ്ഞ അമ്മ ബോധം കെട്ടു വീണു. ബോധമുണർന്നപ്പോൾ പലതും പറഞ്ഞ് കരയാൻ തുടങ്ങി. അടക്കി വെച്ചിരുന്ന സങ്കടം അണ പൊട്ടി ഒഴുകുകയായിരുന്നു. എല്ലാവരെയും ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട് എന്തിനു ജീവിക്കണം? മരിച്ചു കളഞ്ഞാലോ? പലവട്ടം ആ ചിന്ത മനസ്സിലുദിച്ചതാണ്. പക്ഷെ പിന്തിരിയേണ്ടി വന്നു. വയസ്സായ അമ്മയെ ആര് നോക്കും? മാത്രമല്ല, ജീവിച്ചുകൊണ്ട് തന്നെ ആ മനുഷ്യമൃഗത്തോട് എനിക്ക് പ്രതികാരം ചെയ്യണം. ആ ചിന്തയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പക്ഷെ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഞാനും അമ്മയും തീരെ പുറത്തിറങ്ങാതായി. ഞങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പകരം പരിഹാസശരങ്ങൾ പലയിടത്തു നിന്നും ഏൽക്കേണ്ടി വരികയും ചെയ്തു. നിറവയറോടെ നടക്കുന്ന എന്നെ നോക്കി അമ്മ വളരെയധികം വേദനിച്ചു. എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം വന്നല്ലോ എന്നോർത്ത് അമ്മ കണ്ണീർ വാർത്തു. കഥയുടെ തുടർച്ച വിട്ടുപോകാതെ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.